ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്ന് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 2 മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചത്? റെനേറയും ഡേമനും തമ്മിൽ അടിയുണ്ടാക്കി പിണങ്ങി ഡേമൻ തന്റെ ക്രാക്സസും എടുത്തിട്ട് എങ്ങോട്ടോ ഭ്രാന്ത് പോയി. നമ്മുടെ കിങ്സ് ലാൻഡിങ്ങിൽ ആ പ്രാന്തൻ ഏഗോൺ ദ കിങ് ആ ചെറുക്കൻ എലിപ്പെടുത്തക്കാരെല്ലാം പിടിച്ച് കൊന്നു. പോരാത്തതിന് ഓട്ടോനെ പോസ്റ്റിൽ നിന്ന് മാറ്റി ക്രിസ്റ്റൻ കോളിനെ ഹാൻഡായി നിയമിക്കുകയും ചെയ്തു. കോളും അമ്മയുമാണെങ്കിൽ അന്തഃപുരത്തിൽ അർദ്ധരാത്രിയിൽ ആനന്ദത്തമൃതമാടുന്നു. അതും ഒരു അത്ഭുത കാതൽ. എനിക്കാണെങ്കിൽ തുടക്കം മുതലേ ആലിസന്റിനോട് മനസ്സിൽ ചെറിയൊരു സോഫ്റ്റ് കോർണറുണ്ട്. ഒരു ഇന്നസെന്റ് പെണ്ണാണ്, കുറെ അബദ്ധങ്ങളിൽ പെട്ടുപോയി. അവളോട് ക്ഷമിക്കുന്നുണ്ട് എൻ്റെ മനസ്സ്. കോള് പോയതിന് ശേഷം വേണം ഒന്ന് പേഴ്സണലായിട്ട് കണ്ട് സംസാരിക്കാൻ. ഇവിടെ നമ്മുടെ 2 ട്വിൻസും റെനേറയെ കൊല്ലാൻ നോക്കി തമ്മി കുത്തിച്ചാവുകയും ചെയ്തു. അതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന വമ്പനാമൃതമായ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ ഈ കിങ്സ് ലാൻഡിങ്ങിൽ റിവറം ഭാഗത്ത് 2 ടീമുകളുണ്ട്. ഒന്ന് ബറാക്കൻസും പിന്നൊന്ന് ബ്ലാക്ക് വുഡ്സും. ഇപ്പൊ കാണിക്കുന്ന പിള്ളേര് ബ്രാക്കൻസ് ആണ്, കുതിരയുടെ പടം. ഇവരും ബ്ലാക്ക് വുഡ്സ് എന്ന് പറയുന്ന വേറെ ഒരു ചുമലത്തുണിയിട്ട പട്ടാളക്കാരും തമ്മിൽ 100 വർഷങ്ങളായിട്ട് അടിയും ബഹളം തന്നെയാണ്. അങ്ങനെ 2-3 പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ബ്രാക്കൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്ലാക്ക് വുഡ്സുകൾ അങ്ങോട്ട് വരുന്നത്. ബ്ലാക്ക് വുഡ്സ് പിള്ളേർ അവരാരാടാ ബൗണ്ടറി മാറ്റി വെച്ചത്? ഈ കല്ല് ഞങ്ങളുടെ ബൗണ്ടറിയാണ്, ഇങ്ങോട്ട് ആരാടാ കൊണ്ടുവന്ന് വെച്ചത്? നിങ്ങൾ മൂവ് ചെയ്തോ എന്നും ചോദിച്ച് ദേഷ്യപ്പെട്ടാണ് വരിക. ഞങ്ങളൊന്നും മാറ്റി വെച്ചിട്ടില്ല, അത് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഇവര് പറയുന്നു. മഞ്ഞപ്പട, ഇത് ഞങ്ങളുടെ ലാൻഡാണ്, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് ചോന്നപട, ഇല്ല ഞങ്ങളുടെ നാടാണെന്ന് മഞ്ഞപ്പട. അതിൽ ഒരു ചെറുക്കൻ, ഈ കുതിരയുടെ പടമുള്ള ചെറുക്കൻ, ഓട്ടോ ഹൈറ്റവറുടെ ബന്ധുവായിട്ട് വരും. അവൻ ഈ ചെറുക്കന്മാരായിട്ട് വഴക്കുണ്ടാക്കി പോകാൻ നേരം ബേബി കില്ലർ എന്ന് മറ്റുള്ളവരെ വിളിക്കുന്നുണ്ട്. അവൻ എന്താടാ നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, നിന്റെയൊക്കെ റാണി ഒരു കിങ്സ് ലെയറാണ്, ഒരു കുരുന്നിനെ കൊന്നവൾ, അവളെയാണല്ലോ നിങ്ങളൊക്കെ ഈ നാട് ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. സോ ഈ ബ്ലാക്ക് വുഡും ബറാക്കൻസും 2 ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചോന്നപട റെനേറയെയും മഞ്ഞപ്പട ആലിസന്റിനെയും. ചോന്നപടക്കാരൻ പറയും, നിന്റെ അങ്കിൾ ഏഗൺ ആ മണ്ടൻ രാജാവിന് വേണ്ടി വാർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അവനൊന്നും രാജാവാകാനുള്ള അർഹതയില്ല, അത് നിനക്കറിയാൻ പാടില്ലട ചെറുക്ക. രാജപദവി തട്ടിയെടുക്കാൻ നോക്കുന്ന വൃത്തിയട്ടവന്മാർ. അങ്ങനെ അതും ഇതും പറഞ്ഞ് ഇവന്മാർ തമ്മിൽ വഴക്കായി, വലിയ യുദ്ധമായി. 2 ടീമിന്റെ ഭാഗത്തും ഒരുപാട് പേര് മരണപ്പെടുന്നു. പാവൻ ചെറുക്കൻ, കുതിരച്ചെറുക്കനും ചത്തിട്ടുണ്ട്. അവിടുന്ന് കട്ട് ചെയ്താൽ ഇവിടെ റെനേറയുടെ വീട്ടിൽ 2 ട്വിൻസുമാരെയും ഒരുമിച്ച് അവര് സംസ്കരിക്കുകയാണ്. അതിലൊരുത്തനെ വലിച്ചെറിഞ്ഞൂടെ, കൊല്ലാമെന്നവൻ എന്തിനാ കൂടെ ചേർത്ത് കുഴിച്ചു മൂടണേന്ന് അവിടെ ഉള്ളവർ ചോദിക്കും. റെനേറ പറയും, ആ പോരാളി അങ്ങേരുടെ പ്രതിജ്ഞ ഫോളോ ചെയ്തതുകൊണ്ട് പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഒരു മര്യാദയുള്ള സംസ്കരണം പുള്ളിക്കും വേണം, ഇതാണ് നല്ലതെന്ന് പറയും. അപ്പം മോൻ ചോദിക്കും, ശരി ഇവന് മര്യാദ കൊടുക്കാം, അവൻ ജോലി ചെയ്തിട്ടുള്ളൂ, എന്നാൽ അവൻ ഇങ്ങോട്ട് അയച്ചു വിട്ടവനെ അമ്മ എന്താണ് ചെയ്യാൻ പോകുന്നത്? റെനേറ മറുപടി ഒന്നും പറയില്ല. കുറച്ചു കഴിഞ്ഞ് എൻ്റെ സ്വന്തം ചേച്ചി റേനിസ് അങ്ങോട്ട് വന്നിട്ട് റെനേറയോട് പറയും, ഓട്ടോ ഹൈറ്റവർ എന്തായാലും ഇമ്മാതിരി തരം കുറഞ്ഞ പണി ചെയ്യില്ല, ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ രക്തമായിരിക്കണം തിളച്ചിട്ടുണ്ടാവുക. അവര് റിവഞ്ച് എടുക്കാൻ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർ മനസ്സിലാക്കും പ്രതികാരം എപ്പോഴും നാശത്തിലേക്കുള്ള വഴിയാണെന്ന്. ഇതും യുദ്ധം ആരംഭിക്കാൻ ഒരു കാരണമാണ്. അപ്പൊ റെനേറ പറയും, അതുമാത്രമാണോ കാരണം? അവരെന്റെ കസേര തട്ടിയെടുത്തവരല്ലേ? അതിന് റേനിസ്, അത് ഒരു കാരണം മാത്രമാണ്. ഈ യുദ്ധം തുടങ്ങുന്നത് അവിടെ നിന്നാണോ? ഓർത്തു നോക്ക്, അവര് ഇരട്ടയെ വിടാൻ കാരണം അവരുടെ കൊച്ചു കൊല ചെയ്യപ്പെട്ടതുകൊണ്ടല്ലേ? അവിടെ നിന്നാണോ യുദ്ധം തുടങ്ങിയത്? അതോ ഏമണ്ട് ലൂക്കിനെ കൊന്ന സ്ഥലത്തു നിന്നാണോ യുദ്ധം തുടങ്ങിയത്? അതോ ലൂക്ക് ഏമണ്ടിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച സ്ഥലത്തു നിന്നാണോ ഈ യുദ്ധം തുടങ്ങിയത്? ഇപ്പൊ പരസ്പരം കൊല്ലാനും കത്തിക്കാനും ഒരേ കുടുംബത്തിൽപ്പെട്ട 2 തരക്കാര് തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? there may be another way, മറ്റൊരു വഴിയുണ്ട്. ആലിസന്റ് ഹൈറ്റവർ എല്ലാം തുടങ്ങുന്നതിന് മുന്നേ അവൾ എന്നെ കാണാൻ വന്നിരുന്നു. നിന്റെ അച്ഛൻ മരിച്ച ഉടനെ അവൾ എന്നെ കാണാൻ വന്നിരുന്നു. ഒരു യുദ്ധം മണക്കുന്നുണ്ട്, അതില്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് അവൾ എന്നെ കാണാൻ വന്നിരുന്നു. അവളും ആഗ്രഹിക്കുന്നില്ല കുടുംബങ്ങൾ തമ്മിൽ വെട്ടിപ്പിരിയാൻ. നീ ആലോചിച്ചു നോക്ക്. റെനേറ പറയും, എന്നെ കൊല്ലാൻ ആളെ വിടാൻ അവൾക്ക് കഴിഞ്ഞെങ്കിൽ അവളോട് ഞാൻ ക്ഷമിക്കണോ? അതിന് റേനിസ്, അങ്ങനെയാണെങ്കിൽ നീ അവളുടെ പേരക്കുഞ്ഞിനെ കൊല്ലാൻ ആളെ വിട്ടില്ലേ? അവളുടെ മനസ്സിൽ അങ്ങനെയായിരിക്കുമല്ലോ ചിന്ത. നീ ചിന്തിക്കുന്ന അതേ വഴിയായിരിക്കും അവളും ചിന്തിക്കുക. എന്നാൽ നിങ്ങൾ 2 പേരും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. റെനേറ കൺഫ്യൂസ്ഡ് ആവും. എനിക്കിപ്പൊന്നും പറയാനില്ല, അവളുടെ മകനാണ് എന്റെ കസേരയിൽ ഇരിക്കുന്നത്, മറ്റൊന്നിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ട എന്നും പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോകും. അവിടുന്ന് സീൻ കട്ട് ചെയ്ത കിങ്സ് ലാൻഡിങ്. ഈ ചന്തക്കാരന് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഇവൻ എന്തിനാണാവോ കൊണ്ടുവന്ന് വെച്ചേക്കണം? ഇവനിപ്പം നല്ലവനാക്കണോ മണ്ടനാക്കണോ ചീത്തവനാക്കണോ എന്നറിഞ്ഞില്ല. എന്തായാലും ഒരാൾ വന്നിട്ട്, ഹാൻഡ് ഓഫ് കിങ്, നിങ്ങൾ കൗൺസിലിലേക്ക് എത്തണം എന്ന് പറയുന്നു. അവന് നെഞ്ചൊക്കെ മുറുക്കി പിടിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള കിങ്സ് ഗാർഡുമാര് ഇവന് വലിയ മര്യാദയൊന്നും കൊടുക്കുന്നില്ല. എന്തേലും ആവട്ടെ, ആള് കൗൺസിലിലേക്ക് എത്തി. റെനേറയെ കൊല്ലാൻ ആളെ വിട്ടില്ലേ, ആ ചെറുക്കം മരിച്ച കാര്യം ഇവർക്ക് ന്യൂസായിട്ട് കിട്ടിക്കഴിഞ്ഞു. ആള് പോയി ധീര
ജേതാവായി മരണപ്പെട്ടു. അത് നമുക്ക് പെരുമയാണെന്ന് പറയും സർ ക്രിസ്റ്റൻ. അതിന് ആലിസെന്റ് അയാൾ തോറ്റുപോയത് അയാളിപ്പം അങ്ങോട്ട് വിടുക എന്ന കാര്യം ഒരു മണ്ടത്തരമായതുകൊണ്ടാണെന്ന് പറയും. മണ്ടത്തരം തന്നെയാണ്. അതിന് ക്രിസ്റ്റൻ കോൾ നമുക്കിങ്ങനെ കാസലിൽ അടഞ്ഞു കിടക്കാൻ പറ്റില്ല. ഭീരുക്കളായിട്ട് യുദ്ധം നമ്മളിലേക്ക് വരാൻ അതിനു മുന്നേ നമ്മൾ കയറി അടിക്കണം. രാജാവിന്റെ അനിയൻ ഏമണ്ട് പറയും യുദ്ധം വരാൻ കാത്തുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ബ്രാക്കൺസും ബ്ലാക്ക്വുഡ്സും തമ്മിലടിച്ച് ഒരുപാട് മരണം ഇപ്പം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് കേട്ട് ഒരു ലോഡ് അവര് തമ്മിലടിക്കാൻ തുടങ്ങിയിട്ട് സെഞ്ചുറികളായി. അതൊരു വാറിന് മുൻവിധിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ മൈ ലോഡ്. ഉടനെ രാജാവ് ടെൻഷനായിട്ട് നീ എന്ത് വേണേലും പറഞ്ഞോടാ, പക്ഷെ എനിക്കിത് യുദ്ധം തന്നെയാണ്. ഐ ഡിക്ലെയർ ദിസ് ഈസ് എ വാർ. ഐ കോൾ ഇറ്റ് വാർ. ഈ യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. മേസ്റ്റർ പറയും നമ്മളിപ്പോൾ ലോർഡ് ടള്ളിക്കൊരു റേവൺ അയച്ചിട്ടുണ്ട്. പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. അപ്പം കറുത്ത കോട്ടിട്ട ലോർഡ് ടള്ളി ഒരു നാറിയാണ്. അവൻ എങ്ങോട്ട് വേണമെങ്കിലും തിരിയും. എല്ലാ സമയത്തും അവൻ്റെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ ലാനിസ്റ്റർ പുള്ളിക്കാരൻ്റെ ചേട്ടൻ വലിയൊരു ആർമി ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കി കഴിഞ്ഞാൽ അവർ നേരെ ഇങ്ങോട്ട് വരും എന്ന് പറയും. എന്നാലും ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഇവർ സംസാരിക്കുന്നില്ല. എല്ലാവരും തോന്നിയ തീരുമാനം പോലെ എന്തൊക്കെയോ പറയുന്നു. ഓട്ടോ ഇല്ലാത്തതിൻ്റെ കുറവ് കാണാം. ഒരു ലീഡർഷിപ്പ് ഇല്ല. ആലിസെന്റ് പറയുന്നുണ്ട് കൗൺസിലിൽ ഒരു ഡിസിപ്ലിൻ വേണം, എന്നാലേ നമുക്ക് തീരുമാനങ്ങൾ വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്രിസ്റ്റൻ കോൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. റിവർലാൻഡ് ആണ് ഈ വാർണിക്ക്. റിവർലാൻഡ് കൈ കിട്ടണമെങ്കിൽ ഹാരൻ ഹോൾ ആദ്യം കയ്യിലാക്കണം. സോ ഞാൻ അങ്ങോട്ടാണ് എൻ്റെ പടയുമായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം ചെറിയ പടയുമായി പെട്ടെന്ന് ഫീൽഡിലേക്ക് ഇറങ്ങി അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകുമെന്ന് ആലിസെന്റ് പറയുന്നു. ക്രിസ്റ്റൻ കോൾ അത് കാര്യമാക്കുന്നില്ല. അവൻ ആലിസെന്റിന്റെ വർത്താനയെ കാര്യമാക്കുന്നില്ല. രാജാവെ നിങ്ങൾ എന്ത് പറയുന്നു എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. രാജാവാണെങ്കിൽ നീ പോണം, യുദ്ധം ചെയ്യണം, നമുക്ക് യുദ്ധമാണല്ലോ വേണ്ടത്. ഏമണ്ടിനെയും കൂടെ കൂട്ടിക്കോ, വേണമെങ്കിൽ വേഗാറിനെയും കൊണ്ടുപോകുമെന്ന് പറയും. ഡ്രാഗണ്, ഏമണ്ടിന്റെ ഡ്രാഗണാണല്ലോ വലുത്, ഏറ്റവും പെരുത്ത സാധനം. ക്രിസ്റ്റൻ പറയും വേണ്ട, വേഗാർ ഇപ്പൊ കാവലിന് വേണം സിറ്റിക്ക്, കിങ്സ് ലാൻഡിങ്ങിന്. ഞാൻ പോകാം, ആൾക്കാരുമായിട്ട് ഞാൻ പോകാം. അപ്പൊ ഇവര് പോകുന്ന സമയത്ത് റനീറ തിരിച്ചടിക്കാൻ ശ്രമിച്ചാലോ അവളുടെ ഡ്രാഗണുമായിട്ട്? അത് കേട്ട് ഏമണ്ട് പറയും അതിനല്ല രാജാവെ നിങ്ങൾ ഇവിടെ ഉള്ളത്. ബ്രദർ, നിങ്ങൾ ഭയപ്പെടാതെ, നിങ്ങൾക്ക് ഈ കിങ്സ് ലാൻഡിങ്ങിൽ എല്ലാവിധ സംരക്ഷണവും ഉണ്ടാവും. അതുപോലെ ഈ സിറ്റിയെ സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളത് ചെയ്തോളാം. ഏകം പറയും ഇവിടെ ഇത്തിരി പോലും പേടിയില്ലാത്തവൻ ഞാനാണ്, ഞാൻ എന്തിനു പേടിക്കണം, നിങ്ങൾ പോ, യുദ്ധത്തിൽ ജയിച്ചിട്ട് വാ. ആലിസെന്റിന് മനസ്സിലായി ഈ പിള്ളേരും ഈ മണ്ടനും കൂടി എന്തൊക്കെയോ തീരുമാനം എടുക്കുന്നുണ്ട്, എല്ലാം കൈവിട്ട് പോകാൻ പോവാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. ഈ സമയത്ത് അങ്ങ് ദൂരെ ഡ്രാഗൺ സ്റ്റോൺ, അവിടെ വൈറ്റ് വേമല്ലേ ആ ലേഡി, അവൾ റെനീറയുടെ ഒരു ഡ്രാഗൺ കടന്ന് വച്ചിട്ട് കച്ചറുണ്ടാക്കുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റെനീറ വന്നിട്ട് പറയുക, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി വിട്ടതല്ലേ, എന്നിട്ടും എൻ്റെ ജീവൻ രക്ഷിക്കാൻ നീ തിരിച്ചു വന്നു. യു സേവ്ഡ് മൈ ലൈഫ്, നിനക്ക് റിവാർഡ് തരണം, എന്താണ് നീ ആഗ്രഹിക്കുന്നത്? അതിന് അവളൊരു മറുപടി പറയുന്നുണ്ട്. റെനീറ തന്നെ ഞെട്ടിപ്പോ, എനിക്ക് നിങ്ങളുടെ കോർട്ടിൽ ഒരു പ്ലേസ് വേണം, അതായത് ആ കൗൺസിലിൽ. റെനീറ ഞെട്ടിച്ചിരിക്കും, ഭയങ്കരയാണല്ലോ. എന്തുകൊണ്ടാണ് നീ ആ സ്ഥാനം ആഗ്രഹിക്കുന്നു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നവൾ പറയും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിലും നിങ്ങൾ വെറുതെ വിട്ടു, രക്ഷപ്പെടാൻ അനുവദിച്ചു. അപ്പൊ ഈ ജീവന്റെ അവകാശം നിങ്ങൾക്കും ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കിങ്സ് ലാൻഡിങ്ങിലെ റെഡ് കീപ്പ്, ആ കീപ്പിന്റെ എല്ലാ മൂവ്മെന്റുകളും എനിക്കറിയാം. അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും എൻ്റെ ചെവിയിലെത്തും. അത് നിങ്ങൾക്കൊരു ഉപകാരമാവും. അത് കേട്ട് റെനീറ ചോദിക്കും, ശരി, എനിക്ക് നീ ഉപകാരമായി, നിനക്കെന്താണ് ഉപകാരം ഇതിൽ നിന്നും? വൈറ്റ്വേം പറയും, എനിക്ക് ഹൈ ടവേഴ്സിനെ പണിഷ് ചെയ്യണം, ശിക്ഷിക്കണം. കാരണം എൻ്റെ റെഡ് കീപ്പിലെ എല്ലാ ജോലിക്കാരെയും അവർ ജീവനോടെ കത്തിച്ച് വേവിച്ച് കളഞ്ഞു, ഒരുപാട് പേരെ ഉപദ്രവിച്ചു, നാട് കടത്തി. എനിക്കതിന് റിവെഞ്ച് എടുക്കണം. അവന്മാരെന്നെ ചതിച്ചാണ്. മാത്രമല്ല ഈ നാടിന് നല്ലൊരു റാണിയായിട്ട്, ഒരു ദയുള്ള റാണിയായി ഞാൻ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. ആലിസെന്റിന്റെ കുടുംബം ഈ നാട് ഭരിച്ചാൽ ഇതൊരു ശ്മശാനാണ് ആവുക. റെനീറ തലയാട്ടും ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വൈറ്റ്വേം ചോദിക്കും, ആ ഡ്രാഗൺ കടന്ന് വെറുതെ ഒച്ച വയ്ക്കുന്നുണ്ടല്ലോ, എന്താ പറ്റിയെന്ന്? റെനീറ പറയും, എനിക്കും അറിയാൻ പാടില്ല, അതെന്റെ മരിച്ചുപോയ ഹസ്ബൻഡ് സീ സ്മോക്കിന്റെ ഡ്രാഗണാണ്, അങ്ങേരിപ്പില്ല, അതിനെന്താണാവോ വിഷമം? വൈറ്റ്വേം പറയും, ഒരുപക്ഷെ അതിന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം, ഒരു കൂട്ടില്ല, പങ്കാളി ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമാവും. എന്തേലും ആവട്ടെ. അവിടുന്ന് റെനീറ നേരെ റേനയെ കാണാൻ വരുന്നു, നമ്മുടെ ഡേമണ്ടിന്റെ രണ്ടാമത്തെ പുത്രി. റെനീറ പറയും, എൻ്റെ കൊച്ചു പിള്ളേരെ ഞാൻ വെയിലിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നു, ആ കുട്ടികളെ നീ കൊണ്ടുപോകണം, കാരണം ഇവിടെ അവർ സേഫ് അല്ല. എൻ്റെ കസിൻ ലേഡി ജെയിൻ അരിൻ നിന്നെയും നമ്മുടെ കൊച്ചുങ്ങളെയും നന്നായിട്ട് നോക്കിക്കോളും. അതിന് പകരമായി അവര് ഒരു ഡ്രാഗണെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ആ ഡ്രാഗണയും കൊടുക്കും, അവിടെയായിരിക്കും കുട്ടികൾ സേഫ് ആയിട്ടിരിക്കുക, നീ കുട്ടികളെയും കൊണ്ടുപോയി അവർക്ക് നല്ലൊരു അമ്മയായിരിക്കണം എന്ന് റെനീറ പറയും. പക്ഷെ റേനയ്ക്ക് അത് ഇഷ്ടാവില്ല. അവിടെ വെച്ചാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത്, ഞാൻ അങ്ങോട്ടാണ് പോകേണ്ടത്. റെനീറ പറയുന്നുണ്ട്, അവിടെയാണ് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക, എൻ്റെ കൊച്ചു പിള്ളേരെ അങ്ങോട്ട് അയക്കുമ്പോൾ അവരെ പിരിഞ്ഞിരിക്കാൻ എനിക്കും കഴിയില്ല ഒരമ്മയായിട്ട്, പക്ഷെ അതാണ് അവരുടെ ഭാവിക്ക് നല്ലത്.
നീ വേണം അവർക്ക് നല്ലൊരു അമ്മയായിട്ടിരിക്കാൻ. ഇതൊരു സാക്രിഫൈസ് ആയിട്ട് നീ എനിക്ക് വേണ്ടി ചെയ്യണം. അപ്പൊ റേന ചോദിക്കും, എന്റെ സിസ്റ്റർ ബേല എന്താ ചെയ്യാൻ പോണേന്ന്. റനീറ പറയും, ബേല ഇവിടെ വേണം, എനിക്ക് അവളെ ആവശ്യമുണ്ട്. അത് കേട്ട് റേന, അവളുടെ കയ്യിലൊരു ഡ്രാഗൺ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവളെ നിങ്ങൾ ഇവിടെ നിർത്തുന്നത്, എന്നെ മാത്രം പറഞ്ഞു വിടുന്നു. റനീറ പറയും, അതുകൊണ്ടല്ല ഞാൻ നിന്നെ പറഞ്ഞു വിടുന്നു. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് കൊടുക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഈ സാക്രിഫൈസ് ചെയ്തതായോ, നീ എനിക്ക് വേണ്ടി ചെയ്തതായോ, പിള്ളേരുടെ ഭാവിക്ക് വേണ്ടി. അവളൊന്നും മിണ്ടില്ല. കൽപ്പനയല്ലേ, ഇഷ്ടമല്ലെങ്കിലും യുവർ ഗ്രേസ് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ക്രാക്സസ് അതങ്ങനെ ഒച്ചയും ബഹളമൊക്കെ വെച്ചിട്ട് നേരെ ഹാരൻ ഹോളിലെ കൊട്ടാരപ്പുരയ്ക്കൽ വന്ന് കയറി നിൽക്കും. അത് ഓൾറെഡി ഇടിഞ്ഞു പൊളിഞ്ഞു കിടപ്പുണ്ട്. ഒരു വാളുമേന്തി കൊട്ടാരത്തിനകത്തേക്ക് കിടക്കുകയാണ്. മനുഷ്യന്മാരനില്ല, നശിച്ചു പോയി. അത് ഒരേ ഒരു ഹാളിനകത്ത് അതിൻ്റെ ഇപ്പത്തൊരു ലോഡും പുള്ളിക്കാരൻ്റെ 3 പിള്ളേരും ഉണ്ടാവും. ഡേമൻ മുന്നോട്ട് വന്നിട്ട് പറയും, ഞാൻ ഈ ഹാരൻ ഹോൾ കീഴ്പ്പെടുത്തി എൻ്റെതാക്കി, ഇനി തനിക്ക് എന്താ ചെയ്യാനുള്ളത്? പലോട് ഒന്നും ചെയ്യാനില്ല യുവർ ലോഡ്, ഞാൻ നിങ്ങളുടെ അടിമയാണ്. ഐ ആം സർ സൈമൺ സ്ട്രോങ് കാസ്റ്റൽ ഓഫ് ഹാരൻ ഹോൾ. ഞാൻ എൻ്റെ പ്ലഡ്ജ് റനീറ ടാർഗേരിയൻ ഓൾറെഡി ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലും മുട്ടുമടക്കിയിരിക്കുകയാണ് മൈ പ്രിൻസ്. ഞാൻ എന്ത് സേവനമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? എന്താടോ വന്ന് ചോദിക്കുന്നതിന് മുന്നേ മുട്ടുമടക്കി നമുക്ക് ഈ നാട് തരുന്ന എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് മണക്കുന്നുണ്ട് ഡേമന്. ഇങ്ങേർക്ക് 3 മണ്ടൻ പിള്ളേരുമുണ്ട്. അവന്മാരെ കണ്ടറിയാം കാര്യമൊന്നുമില്ല, പേടിത്തൊണ്ടന്മാരാണ്. ഇവരെന്തായാലും ഡേമന് അങ്ങൊന്നേ വരൂ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഡേമൻ ആദ്യം കഴിയില്ല. ഒരു ടാർഗേരിയനെ വിഷം വെച്ച് കൊല്ലാന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഇവിടുത്തെ ലോഡ് ലാരിസ് ഇപ്പോഴും കൗൺസിലുണ്ടല്ലോ. അപ്പൊ ഈ തന്തലോട് പറയും, ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലാനുള്ള ഒരു ഉദ്ദേശവുമില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്, ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ്. പിന്നെ ലോർഡ് ലാരിസ്, അവൻ ഈ ഹാരൻ ഹോളിന്റെ മുഴുവൻ സമ്പാദ്യം അടിച്ചു മാറ്റി കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോയവനാ. മാത്രമല്ല എൻ്റെ നെഫ്യൂ ലോർഡ് ലോയൽ, അദ്ദേഹത്തിന്റെ മകൻ, 2 പേരും തീയിൽ വെന്ത് മരിക്കപ്പെട്ടവരാണ് ഇവിടെ. അവരെ കൊന്നവരുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുവാണ് ആ കയ്യില്ലാ പിശാശ്. അവൻ ഈ കുടുംബമോ ഞങ്ങളുടെ നാടോ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ ലോയാലിറ്റി നിങ്ങൾക്കുള്ളതാണ് മൈ പ്രിൻസ്. അത് കേട്ട് ടീമൻ പറയും, പ്രിൻസ് അല്ല യുവർ ഗ്രേസ്. രാജാവിനെയാണ് യുവർ ഗ്രേസ് എന്ന് വിളിക്കുക, യുവർ ഗ്രേസ് എന്ന് വിളിക്കണം എന്ന് പറയും. പുള്ളിക്കാരെ സന്തോഷത്തോടെ, യെസ് യുവർ ഗ്രേസ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് റിവർലാൻഡിലേക്ക് വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ടീമൻ പറയും, റിവർലാൻഡിൽ 40,000 സ്വാട്സ് ഉണ്ട്, ദ ലാർജസ്റ്റ് അൺഡിക്ലെയർഡ് ഹോസ്റ്റ് ഇൻ ദ റെലം. അതെനിക്ക് വേണം. ഹാരൻ ഹോളിൽ മാത്രമേ അവരെ സീസ് ചെയ്തു ഒരുമിച്ച് ചേർത്താൻ പറ്റുള്ളൂ. അത് കേട്ട് അലോഡ് പറയും, അവരൊരുമിച്ച് കൂട്ടാനൊന്നും പറ്റില്ല. ബ്രാക്കൻസും ബ്ലാക്ക്വുഡ്സും തമ്മിൽ ഇപ്പോഴും ഒരു യുദ്ധം ഉണ്ടായി, കുറേ പേര് മരണപ്പെട്ടു. അവരെ ഒരുമിച്ച് കൂട്ടി ഒരു യുദ്ധത്തിന് കൊണ്ടുവന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ടീമൻ പറയും, നിങ്ങൾ ആദ്യം അവരുടെ ലോഡുമാരെ വിളിക്കും, ഞാൻ അവരോട് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. അപ്പൊ ഈ തന്തലോട് ചോദിക്കും, ശരി അവരെ വിളിച്ചു, എല്ലാവരെയും ഒത്തുകൂട്ടി, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നു? ടീമൻ പറയും, എന്നിട്ട് കിങ്സ് ലാൻഡിങ്ങിലേക്ക് മാർച്ച് ചെയ്യും, ത്രോൺ കൈവശപ്പെടുത്തിയിരിക്കുന്നവരെ എല്ലാം കൊന്നിട്ട് നമ്മുടെ കൈവശത്തേക്ക് ആ ത്രോൺ മാറ്റും. അതാണ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ കിങ്സ് ലാൻഡിംഗ് എന്ന് നമ്മുടെ സർ ക്രിസ്റ്റൻ കോൾ പുറപ്പെടുകയാണ് യുദ്ധത്തിന് വേണ്ടി. കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോഴാണ് ആലിസന്റ് ഒരു തോട്ടിക്കാളനെ കൊണ്ടുവരുന്നത്, ചന്തമുള്ള കോലമുടി ചെറുകൻ. അവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആലിസന്റ് പറയും, ആലിസന്റിന്റെ സഹോദരനാണ്, ഒരു കസിൻ സഹോദരൻ. പുള്ളിക്കാരനും സർ ക്രിസ്റ്റൻ കോളിന്റെ കൂടെ യുദ്ധത്തിന് വരുന്നുണ്ട്. കൊണ്ടുപോകാൻ പറയും ആലിസന്റ്. പക്ഷെ ക്രിസ്റ്റന് അവന്റെ മോന്തേ രൂപം കാണുമ്പോൾ ഇഷ്ടാവില്ല. ഓൾറെഡി നമുക്ക് ആവശ്യത്തിനുള്ള ആളുണ്ട്, ഇനി ഒരാൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി, എന്നോളം ശക്തിയും കഴിവുള്ള ഒരു സോൾജിയർ നിങ്ങളുടെ ടീമിൽ ഉണ്ടാവില്ല, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ട് ആ ടീമിൽ ജോയിൻ ചെയ്യുന്നു. ഇയാളെ പേരാണ് സർ ഗ്വൈൻ ഹൈറ്റവർ. എന്തായാലും അത് കഴിഞ്ഞ് ആലിസന്റ് യുദ്ധത്തിൽ വീര്യമോടെ പോരാടി ജയിച്ചു വരൂ എന്ന് പറഞ്ഞ് പോകാൻ നേരം റാണിയുടെ അനുഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവണം, അതിനെന്തെങ്കിലും തരാൻ പറ്റുമോ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഇവള് മനസ്സിനകത്തുനിന്ന് ഒരു കർച്ചീഫ് എടുത്ത് തൻ്റെ കാമുകൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കും. ടച്ച് ദ ഹാർട്ട് ടച്ചിങ് ഓഫ് 2 ലവേഴ്സ്, 2 ഹിഡൻ ലവേഴ്സ്. എന്തായാലും സംഗതി ഉഷാറായി. അത്യാവശ്യം വലിയൊരു പടയനെയും കൊണ്ട് ക്രിസ്റ്റൻ കോൾ പുറപ്പെടുന്നു. നേരെ റിവർലാൻഡിലേക്കാണ് പോകുന്നതെന്നാണ് നേരത്തെ പറഞ്ഞത്. അവരങ്ങനെ നാട് വിട്ട വിവരം റനീറയുടെ കൗൺസിലിലേക്ക് എത്തിക്കഴിഞ്ഞു. എത്തിക്കുന്നത് റെയ്നിസാണ്. കടൽ മാർഗമൊന്നും ആരും അറ്റാക്ക് ചെയ്യാനും വരുന്നില്ല, കാരണം ഇവർ വേവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സമയത്തും. ഇപ്പോൾ കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് കുറേ പട്ടാളക്കാർ എങ്ങോട്ടോ പുറപ്പെട്ട് പോയിട്ടുണ്ട്. ആ സമയം നോക്കി നമ്മൾ എനിമീസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന് കൗൺസിലുള്ള ആൾക്കാർ പറയും. റനീറ ഒന്നും മിണ്ടുന്നില്ല. ഡേമന്റെ എന്തെങ്കിലും വിവരമുണ്ടോ? ഡേമൻ ഹാരൻ ഹോളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ഡേമൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഒന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ നോക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഡ്രാഗണെ വിട്ട് കിങ്സ് ലാൻഡിങ് കത്തിക്കണം എന്ന് പറയും ഒരു ലോഡ്. അപ്പം റനീറ ഡ്രാഗൺസ് തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ ബാക്കിയുണ്ടാവില്ല. സാധാരണ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? മനുഷ്യരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഭരിക്കുന്നത്. നമുക്ക് ഡേമന് കുറച്ചുകൂടെ സമയം കൊടുക്കാം. വെയിലും നോർത്തും നമുക്ക് വേണ്ടി ആൾക്കാരെ അയക്കും, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു മൂത്താപ്പൻ ലോഡുണ്ട്, പുള്ളിക്കാരൻ പറയാണ്, ആപത്ത് എത്രയും പെട്ടെന്ന് വന്നാലോ, അവർ യുദ്ധം തുടങ്ങിയതല്ലേ,
ഗ്രേസ് എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അത് കേൾക്കുമ്പോൾ റെനീറയ്ക്ക് മനസ്സിലാവും, എൻ്റെ ആബ്സെൻസിൽ നിങ്ങൾ വാർ ഡിക്ലെയർ ചെയ്യാനുള്ള പണിയാണല്ലേ. അത് ട്രീസണാണ് കിളവാ, ചതിക്കുള്ള ശിക്ഷ എന്താ? കൊന്നുകളയല്ലാത്തിന്. എൻ്റെ പുറകിൽ നിന്നാണ് നിങ്ങളിത് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ തീർത്താനെ. ഇനി മേലിൽ ഇങ്ങനെ സംസാരിക്കരുതെന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോവുകയാണ്. അത് കഴിഞ്ഞ് റെയ്നിസ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, എടാ പിള്ളേരെ, ഈ കൗൺസിൽ ഒരിക്കലും മറക്കാൻ പാടില്ല, എൻ്റെ ഗ്രാൻഡ് സെയർ ആണ് ഈ രാജകസേരയിൽ ഇരുന്നു കൊണ്ടിരുന്ന ചഹേരീസ് ദ കോൺസിലേറ്റർ, എ പ്രൂഡന്റ് റൂളർ, ദ വൈസസ്റ്റ് ഓഫ് ടാർഗേരിയൻ കിങ്സ്. ടാർഗേരിയൻ കിങ്സിലെ ഏറ്റവും ബുദ്ധിയുള്ള ആള്, തന്റെ മരണം വരെ ഭരിച്ച ആള്, അത്രയും കാലം മറ്റാരും ഭരിച്ചിട്ടില്ല. ഈവൻ ഏഗൺ ദ കോൺകറർ പോലും അദ്ദേഹത്തിന്റെ മകളാണത്, അത് മറക്കണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് മാറിപ്പോവാണ്. സംഭവം സീൻ എന്തായാലും വാറിലേക്കാണ് പോകുന്നതെന്ന് അവള് റെയ്നിസ് ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. ഭർത്താവ് കാര്യമായിട്ട് എടുക്കില്ല, എന്തായാലും ജീവിതം കൈവിട്ടു പോയി, ഇനി നമുക്ക് ഹാപ്പി ആയിരിക്കാം ബേബി എന്ന് പറയുന്നുണ്ട്. റെയ്നിസ് ആണെങ്കിൽ വാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പേരക്കിടാങ്ങൾ അവർ ഭാവിയിൽ എന്ത് ചെയ്യും, അവർക്ക് ഏത് കസേര കിട്ടും എന്നതല്ല എൻ്റെ ഇപ്പോഴത്തെ വിഷമം. കോളീസ്, വി ആർ അറ്റ് വാർ. എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്നതാണ് എൻ്റെ പേടി. പേടിക്കണ്ട, ഞാനൊരു ഗുഡ് സെയിലറാണ്, മരണം വരട്ടെ, ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനൊരു ഉമ്മയും വെച്ചിട്ട് എനിക്ക് കപ്പലിൽ ചെറിയ പണിയുണ്ടെന്നും പറഞ്ഞ് പോകും. ഈ സമയത്ത് ഇന്ന നേരത്തിലെ റേനയും പിള്ളേരെയും വെയിലിലേക്ക് പറഞ്ഞു വിടാണ് റെനീറ. ഒപ്പം 2 അമ്മച്ചോടായിട്ടുള്ള ഡ്രാഗൺസ് ഉണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ. അവൾക്ക് പോകാൻ വലിയ താല്പര്യമില്ല. അവളുടെ ചേച്ചി ബേല അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്, അതാണ് നീ ഇപ്പം ചെയ്യുന്നത്, വിഷമിക്കാതെ. ഇവൾക്കാണെങ്കിൽ കയ്യിലൊരു ഡ്രാഗൺ ഇല്ലല്ലോ എന്നുള്ള വിഷമാണ്. ഇതിൽ മറ്റൊരു പോസിറ്റീവുകളുണ്ട്, നീ അത് കാണാതെ പോകരുതെന്നും പറഞ്ഞ് ബേല റേനയ്ക്ക് 4 മുട്ടകൾ കാണിച്ചു കൊടുക്കുന്നു. റെനീറ പറയുന്നുണ്ട്, ഈ മുട്ടകളും അവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാം, ഡ്രാഗൺ മുട്ടകളാണ്, അത് വിരിഞ്ഞ് ഡ്രാഗൺസ് പുറത്തു വരുമല്ലോ, അതിൽ വേണമെങ്കിൽ ഒരെണ്ണം റേനയ്ക്ക് എടുക്കാം. എന്തായാലും നോക്കാതെ നമുക്ക് ഇത് ഓരോ കുട്ടികൾക്കും ഓരോ മുട്ടകൾ ഇവരെടുത്ത് മാറ്റി വയ്ക്കാൻ തോന്നുന്നു. നീയാണ് ഈ ഡ്രാഗൺ സ്റ്റോണിന്റെ ഫ്യൂച്ചർ എന്ന് റെനീറ പറയുന്നുണ്ട്. സോ ഈ ഡ്രാഗൺ സ്റ്റോൺ റെയ്നിസിന് കൊടുക്കാനാണ് ഇവരുടെ പ്ലാൻ. നോക്കാതെ നമുക്ക് എന്താ നടക്കണമെന്ന്. ഇപ്പം എന്തായാലും കറുത്ത മുടിയുള്ള ഒരു കൊച്ചുണ്ട്, അത് ആർക്കുണ്ടായതെന്ന് അറിയില്ല. പിന്നെ വെളുത്ത മുടിയുള്ള ഒരു കൊച്ച്, 2 കൊച്ചുങ്ങൾ, അത് ഡേമൻ്റെ ആയിരിക്കും. ഇതിൽ ഏറ്റവും ചെറിയ കൊച്ച് ഭയങ്കര സംഭവമാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എന്തായാലും വളരട്ടെ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്നാൽ ഹെലന പാവം പെണ്ണു കേട്ടോ. ആലിസന്റ് തന്റെ പേരക്കിടാവിനെ കൊഞ്ചാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ ഹെലന പറയും, ജഹേരിസ്, അവളുടെ ആൺകുട്ടി മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ വീണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരുപാട് കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു, മരിക്കുന്നുണ്ട്. ഹൈബോൺ ലേഡീസിനാണെങ്കിൽ പിന്നെയും കുറവാ, പാവപ്പെട്ട സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ മരിക്കുന്നു. ആലിസന്റ് പറയും, സാഡ്നെസ് ഒരു മദർഹുഡിന്റെ കണ്ടീഷനാണ്, അതുണ്ടാവും. അമ്മയായിരിക്കുന്ന അത്രയും കാലവും നീ വിഷമിച്ചുകൊണ്ടിരിക്കും. പിന്നെ പാവപ്പെട്ടവരുടെ കുട്ടികൾ എളുപ്പം മരിക്കും എന്നൊന്നുമില്ല. ഒരു സ്ട്രേഞ്ചർ, ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ നമ്മളെല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഒരു ദിവസം വരും. എനിക്ക് അതിലൊന്നും വിഷമമില്ല. നിന്റെ കുഞ്ഞിനെ എനിക്കിഷ്ടമാണ്, എന്നാൽ അതിനേക്കാളേറെ ഞാൻ എൻ്റെ മോളിലാണ് കൺസേൺ ആയിരിക്കുന്നത്. എൻ്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അത് കേട്ട് മോള് പറയും, ഞാൻ അമ്മയോട് ക്ഷമിച്ചിരിക്കുന്നു, ഐ ഫോർഗിവ് യു. അമ്മ വിഷമിക്കേണ്ട, പൊക്കോളും. എന്തിനായിരിക്കും ഇവള് ഫോർഗിവ് ചെയ്ത്? സഹോദരനെ കൊണ്ട് കെട്ടിച്ചതിനോ അല്ല, രാത്രി ക്രിസ്റ്റൻ കോളിന്റെ കൂടെ കടക്ക പങ്കുവച്ചതിനോ? എന്തിനാണെന്നറിഞ്ഞില്ല. എന്തായാലും മണ്ടൻ ഏഗോൺ ഇവിടെ വലിയ പടച്ചട്ടയൊക്കെ ധരിച്ച് ചന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പടച്ചട്ട പഴയ ഏഗോൺ ദ കോൺകററിന്റെ ആണ്. അത് ധരിച്ച് ഇവനെ തന്നെ സ്വയം കോൺകറർ എന്ന് പറയുന്നു. കൂടുള്ള കൂട്ടുകാരും അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് കോളിസ്, രാജാവ് എങ്ങോട്ടാണ് പുറപ്പെട്ടു പോകുന്നത്? വാറിനാണോ? ഇപ്പൊ എനിമീസിന്റെ അറ്റാക്ക് കൊണ്ട് അദ്ദേഹം മരണപ്പെടാൻ സാധ്യതയുണ്ട്, എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് കയറി വരും. യുവർ ഗ്രേസ്, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. നാട് നീളെ ചില റൂമേഴ്സ് ഒക്കെ പരക്കുന്നു. രാജാവ് ബുദ്ധിയില്ലാത്തവനാണ്, അതുകൊണ്ടാണ് ക്രിസ്റ്റൻ കോളിന്റെ പടയെ, പട്ടാളക്കാരെ മുഴുവൻ നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടത് എന്ന് കുറെ പേര് പറയുന്നുണ്ട്. അതേ സമയത്ത് രാജാവ് ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ നേരം ക്വീൻ ആലിസന്റും ഏമണ്ടും കൊടിഭരണം നടത്താലോ, വൃത്തിയായിട്ട് രാജാവിനെ ഒഴിവാക്കുകയും ചെയ്യാലോ. അങ്ങനെയും ചിലർ സംസാരിക്കുന്നുണ്ട്. ഇതൊരു കരക്കേളി മാത്രമാണ്. ലൈസ്, someone spreading these lies. അത് കേൾക്കുമ്പോൾ ഏഗോൺ, അതൊന്നും സത്യമല്ല, എന്നാലും ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ, അത് നന്നായി. എൻ്റെ അച്ഛൻ പറയാറ് മാസ്റ്റർ ഓഫ് വിസ്പേഴ്സ് കൗൺസിലിൽ വേണ്ടെന്നാണ്, പക്ഷേ എനിക്കൊരാളെ വേണമെന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ടാലന്റിനെ അഭിനന്ദിക്കുന്നു, നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, ശരി പൊക്കോളൂ എന്ന് പറഞ്ഞ് ലാരിസിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഏഗോൺ, എന്തായാലും ഇപ്പോൾ ഞാൻ വേറെ ആൾക്കാരുടെ പുറകെ പോകുന്നത് അത്ര രസമല്ലെന്ന് തോന്നുന്നു, നമുക്ക് പിന്നീട് പോകാം എന്ന് പറഞ്ഞ് ഇപ്പത്തെ പോക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നല്ല കാര്യം. കട്ട് ചെയ്താൽ ഒരു ബാർ ആൻഡ് ബ്രോത്തൽ. അവിടെ മുടി നീട്ടി വളർത്തിയ ഒരു മിഡിൽ ഏജ് ചങ്ങായി. പുള്ളിക്കാരൻ എല്ലാവരോടും വളരെ സൗഹൃദപരമായി സംസാരിക്കുന്നു. ഒരു ഡോണിഷുകാരൻ്റെ അടുത്ത്, നിങ്ങൾ ഡോണിഷ് നിന്നാണോ വരുന്നത്, എന്താണ് കച്ചവടക്കാരനാണോ, എന്ത് ഐറ്റം വിൽക്കാനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കും, നിങ്ങൾ ആരാണ് ശരിക്കും? അപ്പൊ ഈ മുടിക്കാരൻ പറയും, ഞാൻ ആരാണെന്നുള്ളത് പുറത്തു പറയാൻ പറ്റില്ല,
കിങ് ജഹേരിസിനെ അറിയോ? ജഹേരിസ് എൻ്റെ മുത്തശ്ശനാണ്. ഐ എം ദ സൺ ഓഫ് ബേലൻ. ബേലന്റെ സണ്ണാണ് ഞാൻ. അതായത് പ്രിൻസ് ഡേമന്റെ ബ്രദർ. റിനേറയുടെ അച്ഛൻ വിസേരിസും ഡേമനും ബേലൻ എന്ന് പറഞ്ഞ രാജാവിന് ജനിച്ചാണ്. ആ ബേലന്റെ ബാസ്റ്റഡ് സണ്ണാണ് ഞാനെന്ന് ഈ മുടിക്കാരൻ പറയും. എൻ്റെ ശരീരത്ത് ഡ്രാഗൺ ബ്ലഡാണ് ഒഴുകുന്നത്. ആ കാര്യം പുറത്തറിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ എന്നെ കൊന്നുകളയും. പക്ഷെ നിന്നോട് മാത്രമാണ് ഞാൻ ഈ രഹസ്യം പറയുന്നത്. അപ്പൊ അടുത്തുള്ളത് എന്താ? ആ സത്യ. അവൻ പറയുന്നത് സത്യ. അവന്റെ മുടി ഇങ്ങനെ കറുത്തിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയില്ല ഇവൻ ടാർഗേരിയനാണെന്ന്. നാണം കെട്ടവൻ എന്ന് പറഞ്ഞ് ഇവന്മാര് ചിരിയാൻ തുടങ്ങും. എടാ ഞാൻ പറയുന്നത് സത്യമാണോ? എൻ്റെ നെഫ്യൂ ആണ് ജഹേരിസ് വെലാരിയൻ. എന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ ഉടനെ മറ്റൊരു ഡോണിഷൻ പറയാണ്, ഇതാ നിന്റെ അടുത്ത നെഫ്യൂ വരുന്നുണ്ട്, എഴുന്നേറ്റില്ലെങ്കിൽ ചിലപ്പോൾ തല വെട്ടെന്ന് പറഞ്ഞ് ഇവർ ചാടി എഴുന്നേക്കും. നോക്കുമ്പോൾ ഏകൺ അങ്ങോട്ട് വരുന്നു. ഉടനെ ഈ വീമ്പ് പറഞ്ഞവൻ ഓൾ ദ ഹെൽ കിങ് എന്ന് വിളിച്ചു പറയും. രാജാവ് നീണാൽ വാഴട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഏകണ് പുളകം കൊള്ളുന്നുണ്ട്, സന്തോഷമാവുന്നുണ്ട്. പുള്ളിക്കാരൻ ഇന്നത്തെ നിങ്ങളുടെ കുടി എൻ്റെ പേരിലാവട്ടെ, എല്ലാവർക്കും ഫ്രീ എന്നും പറഞ്ഞ് വിളിച്ചു പറയും. എല്ലാവരും സന്തോഷത്തോടെ കുടിക്കുന്നു. ഏകൺ നല്ല ഫിറ്റ് ആവുമ്പോൾ കൂടുള്ള കപ്പ് ബെയറർ അവൻ ചെറുപ്പക്കാരനാ, നിനക്കിന്നൊരു വിരുന്ന് തരാം, വായോ അകത്ത് നല്ല പെണ്ണുങ്ങളുണ്ടെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി ഓരോ പെണ്ണുങ്ങളെയായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കും. അവിടെ ഒരു സ്പേസ് ഇല്ല, ആരും ഫ്രീ അല്ല, ഒരു പെണ്ണും ഫ്രീ അല്ല. അവസാനം ഇതിന്റെ മുതലാളി അമ്മച്ചിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ഏമണ്ട് ആ ചേച്ചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഇത് കണ്ടുടനെ ഏകൻ ചിരിച്ചിട്ട്, നീ ഇത്രയും കാലമായി ഇത്രയും ദൂരം വന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചു തന്ന ഈ കിളവിത്തള്ളേനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നിനക്ക്, ഇതിന് ഇനിയും വിട്ടുപോയില്ലേ? എൻ്റെ കബ്ബേറർക്ക് ഒരു പെണ്ണിനെ വേണമായിരുന്നു. നീ ഈ ലേഡീനെ സ്നേഹിച്ച് ഇങ്ങനെ കൂടെ കിടക്കുന്നതുകൊണ്ട് എനിക്കിനി അവനെ ആരും കാണിച്ചു കൊടുക്കാതെ തിരിച്ചു കൊണ്ടുപോകണല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഏമണ്ടിനെ മാക്സിമം ഇവൻ കളിയാക്കുന്നുണ്ട്. ഏമണ്ട് അവസാനം എഴുന്നേറ്റ്, ഒരു ഹോറില്ലെങ്കിൽ അടുത്ത ഹോറ് കിട്ടിക്കോളൂ, എനിക്ക് എല്ലാം ഒന്ന് തന്നെയല്ലേ, നിന്റെ സ്ക്വയറിന് ആരാണോ വേണ്ടത് അയാൾ എടുത്തോന്നും പറഞ്ഞ് ഇറങ്ങി നടന്നു പോകും. ഈ ഭാഗമൊക്കെ കുറച്ച് ബ്ലറാക്കണേ എഡിറ്റർ ചേട്ടാ, ഇത്രയും ഓപ്പൺ മനസ്സുള്ള ആൾക്കാരാണെന്ന് യൂട്യൂബിൽ കാണിക്കാൻ പറ്റൂല. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു മരപ്പാവ എടുത്തു വെച്ച് മറ്റു കൊച്ചുങ്ങളുടെ പാവ എടുത്തു വെച്ച് കുട്ടികളെ പിരിഞ്ഞ സങ്കടത്തിലാണ് റിനേറ. പണ്ടൊക്കെ മരപ്പാവകളാണല്ലോ, നല്ല ചെത്തിമിനിക്ക് നല്ല രസമാണ്. എൻ്റെ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പാവകൾ എടുക്കുന്ന സമയത്താണ് ആലിസന്റെ പണ്ട് അയച്ച റേവൺ റിനേറ കാണുന്നത്. അതിൽ എന്തൊക്കെയോ സെന്റിമെന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, എന്താന്ന് നമുക്ക് കാണിക്കുന്നില്ല. അവിടെ നിന്ന് ഉടനെ കട്ട് ചെയ്ത് ക്രിസ്റ്റൻ കോളിന്റെ ടീമിനെയാണ് കാണിക്കുന്നത്. ക്രിസ്റ്റൻ പറയുന്ന ഉത്തരവൊന്നും പാലിക്കാതെ ആലിസന്റിന്റെ സഹോദരൻ അവന്റെ ടീമുമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരും ഒരുമിച്ച് വേണം പോകാൻ. ഈ സമയത്ത് ഓപ്പൺ ഫീൽഡിൽ നടക്കുന്നത് അത്ര പന്തിയല്ല എന്ന് ക്രിസ്റ്റൻ പറയുന്നുണ്ട്. അതിന് ആ ചെറുക്കൻ അഹങ്കാരത്തോടെ, ഞങ്ങൾ ഒരുപാട് യുദ്ധം കണ്ടിട്ടുള്ളവരാണ്, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ധൈര്യശാലികളാണ് എന്നൊക്കെ ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോള് ശ്രദ്ധിക്കുന്ന ഒരു ഡ്രാഗൺ ഇവരെ നിൽക്കുന്ന ലാൻഡിന് നേരെ വരുന്നു. വി ആർ എക്സ്പോസ്ഡ്, എത്രയും പെട്ടെന്ന് മരങ്ങളുള്ള ഭാഗത്തേക്ക് പോകണം. ഇവരും കേൾക്കും ആ ഡ്രാഗന്റെ ശബ്ദം. ഉടനെ എല്ലാവരും പേടിച്ച് മരങ്ങളുള്ള കാടിനകത്തേക്ക് ഓടുകയാണ്. സംഭവം നമ്മുടെ ബേല അവളുടെ ഡ്രാഗണുമായി ഈ കിങ്സ് ലാൻഡിങ്ങിലുള്ളവർ എന്തേലും മൂവ്മെന്റ്സ് നടത്തുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യായിരുന്നു. അവള് കണ്ടു ഇവരെ, പുറകെ ഓട്ടി വരാണ് അവള് ഡ്രാഗണും കൊണ്ട്. ക്രിസ്റ്റനും ആൾക്കാരും ജീവനം കൊണ്ട് പേടിച്ച് മരങ്ങൾക്കിടയിലേക്ക് കയറി ഒളിച്ചിരിക്കും. അതിന്റെ ഇടയിലേക്ക് ഡ്രാഗണ് പറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ രക്ഷപ്പെടുകയാണ് ബേലയുടെ പിടിയെന്ന്. കോള് പറയും, ഇപ്പൊ ഞാൻ കാരണമാണ് നിങ്ങളുടെ ജീവനെല്ലാം രക്ഷപ്പെട്ടത്. ഇനി അഹങ്കാരം കാണിച്ച് പുറത്തൂടെ തോന്നിയ പടി നടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർലോകത്തിൽ വെച്ച് കാണും. ഇനി നമ്മൾ മരങ്ങൾക്കിടയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ, രാത്രി സമയത്തെ കാസിൽ ആക്രമിക്കാൻ പാടുള്ളൂ. ഇതെന്റെ കൽപ്പനയാണെന്ന് ക്രിസ്റ്റൻ പറയും. ഇവരെ അനക്കങ്ങൾ കണ്ടുപിടിച്ച ബേല എത്രയും പെട്ടെന്ന് റനേറയുടെ അടുത്തേക്ക് പറന്നു വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്റ്റൻ കോളും ഒരു ടീം ആർമിയും നോർത്ത് സൈഡിലേക്ക് റോസ്ബി കാസലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർ ഓരോ ലാൻഡായിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നീ അത് ക്രിസ്റ്റൻ കോള് തന്നെയാണെന്ന് ഉയരത്തി പറക്കുമ്പോൾ കണ്ടോ എന്ന് റിനേറ ചോദിക്കും. അതിന് ബേല, അത്ര ഉയരത്തി ഞാൻ പറന്നില്ല, കുറച്ച് താഴെ തന്നെയാണ് പറന്നതെന്ന് പറയും. റിനേറ പേടിക്കുന്നുണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ നിലത്തൂടെ പറക്കാൻ? അത് സേഫ്റ്റി അല്ല. ബേല, ഞാൻ അറ്റാക്ക് ചെയ്തില്ലല്ലോ യുവർ ഗ്രേസ്, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടില്ല, മോളിൽ നിന്ന് അവരെ വാച്ച് ചെയ്തേ ഉള്ളൂ. അപ്പൊ ആ തന്ത ലോഡുമാർ പറയുന്നുണ്ട്, യുവർ ഗ്രേസ് ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ, നമ്മൾ ഇനി അനങ്ങാതിരിക്കാൻ പാടില്ല. അവർ മൂവ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചടിക്കണം. അവർ ഹാരൻ ഹോളിലേക്ക് എത്തും, ഡേമനുമായിട്ട് പൊരുതും. നിങ്ങൾ ഇപ്പൊ തന്നെ ആക്ട് ചെയ്യണം യുവർ ഗ്രേസ്. എന്താണൊന്നും പറയാത്ത? റിനേറ ഒന്നും പറയില്ല. ഈ യുദ്ധം തുടരാതിരിക്കണമേ, ഇത് അവസാനിക്കണമേ എന്നാണ് അവളുടെ ആഗ്രഹം. അവൾ റേനിസിനെ നോക്കുന്നുണ്ട്. റേനിസ് മിണ്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്, ഒരു തീരുമാനം എടുക്കാം, കുറച്ച് സമയം തരുമെന്ന് പറഞ്ഞിട്ട് അവൾ മാറിപ്പോകും. ഈ സമയത്ത് ഡേമൻ അവൻ ഹാരൻ ഹോളി നോക്കുമ്പോൾ എല്ലാ ഭാഗവും പൊട്ടി, കിടപ്പറയിൽ വരെ വെള്ളം ലീക്കാവുന്നുണ്ട്. ഈ ക്യാസിലൊക്കെ പുതുക്കി പണിയണം, അതിന് കുറെ പണവും വേണം, എന്തേലും ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴാണ് ആരോ കതവി മുട്ട. വാളുമേന്തി ഇവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കും. അപ്പണ്ട് അടുത്ത മുറിയിൽ വെളുത്ത വസ്ത്രമിട്ട വെള്ളമുടിയുള്ള ഒരു പെൺകുട്ടി. അടുത്തു പോയി നോക്കുമ്പോൾ നമ്മുടെ റിനേറയാണത്, കുഞ്ഞു റിനേറ. അവളുടെ കയ്യിലൊരു കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കഴുത്ത് അവൾ തുന്നിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് കണ്ട് ഡേമൻ പേടിക്കും. കണ്ണു തുറക്കുമ്പോൾ അവനൊരു മരത്തിന്റെ അടിയിലാണ്. അവന്റെ പുറകിൽ നിന്ന് ഒരു സ്ത്രീ, ഈ ഹാരൻ ഹോളിലുള്ള സ്ത്രീ. അവള് പറയാ താൻ ഇവിടെ വെച്ച് തന്നെയാണ് മരിക്കാൻ പോകുന്നതെന്ന്. കാണുമ്പോൾ ഒരു മന്ത്രവാദിയെ പോലെയുണ്ട് ആ സ്ത്രീയെ. അവൾ ഈ ഹാരൻ ഹോളിൽ ജോലിക്കാരിയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ റനീറ വൈറ്റ് വേമിനെ കണ്ടിട്ട് ആലിസൺ ഹൈടവറിന്റെ മൂവ്മെന്റ്സ് നിനക്കറിയില്ലേ, അത് നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയും. അപ്പോൾ വൈറ്റ് വേം ചോദിക്കും, എന്ത് ചെയ്യാനാണ് യുവർ ഗ്രേസ്? അവളെ കൊല്ലാനാണോ പിടിക്കാനാണോ? റനീറ പറയും, രണ്ടിനുമല്ല, എനിക്ക് അവളുമായിട്ട് സംസാരിക്കണം. അപ്പോൾ വൈറ്റ് വേം ചിരിച്ചിട്ട്, കൊല്ലുന്നതായിരുന്നു അതിലും ഭേദം. റനീറ പറയും, ഈ യുദ്ധം വരാതിരിക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ഞാൻ ശ്രമിക്കണം. അതെന്റെ ജോലിയാണ്. എനിക്ക് അവളോട് സംസാരിക്കണം. വൈറ്റ് വേം പറയും, നിങ്ങളുടെ മെസ്സേജ് ഞാൻ എത്തിച്ചാൽ മതിയോ? റനീറ, പറ്റില്ല, അത് തികയില്ല. അവൾ സംശയിക്കും, ആ മെസ്സേജ് ഞാൻ തന്നെയാണോ കൊടുത്തു വിട്ടേന്ന് അവൾ സംശയിക്കും. ചുറ്റുമുള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് അവളോട് സംസാരിക്കണം. അതിനുള്ള വഴി. വൈറ്റ് വേം പറയും, ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ കിങ്സ് ലാൻഡിങ്ങിലേക്ക് അടുക്കാറുണ്ട്. ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. ഡേമനും അങ്ങനെ ഒരു ബോട്ടിലാണ് പോയത്. നിങ്ങൾക്കും അങ്ങനെ പോകാം. റനീറ ചോദിക്കും, എന്നെ അവിടെ ഉള്ളവർ കണ്ടുപിടിക്കില്ലേ? വൈറ്റ് വേം, അതിന് ഈ വേഷത്തിൽ പോയാലല്ലേ? ഒരു സാധാരണ സ്ത്രീയെ ആരും ശ്രദ്ധിക്കില്ല. റാണിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി പോയാലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. വേഷം മാറി വേണം നിങ്ങൾ പോകാൻ. ആലിസന്റിന്റെ കൂടെ ഒരുപാട് പേരുണ്ടാവും. ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു സ്ഥലത്തേക്ക് ആലിസന്റ് ഒറ്റയ്ക്ക് പോകാറുണ്ട്, പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ. അങ്ങോട്ട് പോകാമെന്ന് പറയും നമ്മുടെ വൈറ്റ് വേം. അങ്ങനെ പിറ്റേന്ന് ആരോടും ഈ കാര്യങ്ങൾ പറയാതെ, താൻ കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോണ കാര്യം പറയാതെ, ആലിസന്റ് ഒരേ ഒരു ലോഡിനെ മാത്രം വിളിച്ചിട്ട് ബോട്ടിൽ കയറി, ഫിഷിംഗ് ബോട്ടിൽ കയറി, കന്യാസ്ത്രീയുടെ വേഷവും ധരിച്ച് കിങ്സ് ലാൻഡിങ്ങിലേക്ക് ചെല്ലുന്നു. ആരും സംശയിക്കുന്നില്ല. കൂടെ ഒരു വേടനെ പോലെ ഈ ലോഡ് പോകുന്നുണ്ട്. ഒരു പാതിരിയാരന്റെ വസ്ത്രം തോന്നുന്നു പുള്ളി ധരിച്ചിരിക്കുന്നു. എന്തായാലും ആർക്കും പിടികൊടുക്കാതെ റനീറ മറ്റ് സിസ്റ്റർമാരുടെ കൂടെ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു. ഈ ലോഡ് കത്തിയും വെച്ച് പുറത്ത് കാവലിരിപ്പുണ്ട്. നമ്മുടെ ചേച്ചി സുന്ദരിയാക്ക ആലിസന്റും വരുന്നുണ്ട് പള്ളിയിലേക്ക്. അങ്ങനെ ആലിസന്റ് വന്ന് ഒരു പീഠത്തിന് താഴെ ഇരുന്ന് മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പം അടുത്തേക്ക് ഒരു കന്യാസ്ത്രീയും വരുന്നുണ്ട്. ഇവള് ശ്രദ്ധിക്കില്ല. പെട്ടെന്നാണ് ഈ കന്യാസ്ത്രീ കയ്യിലെ കത്തിയെടുത്ത് ആലിസന്റെ വയറ്റിലേക്ക് വെക്കുന്നത്. മിണ്ടരുത്, ഒച്ച വെക്കരുത്. ഇവള് പേടിക്കും. ആലിസന്റ് അല്ലെങ്കിലും പേടിക്കാരിയാ. എന്റെ പൊന്നെ, നീയോ? നീ എന്തിനു വന്നു? റനീറ പറയും, എനിക്ക് നിന്നോട് സംസാരിക്കണം. അപ്പം ആലിസന്റ്, ഞാൻ കരഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാലോ? റനീറ പറയും, എനിക്കറിയാം. നിന്റെ നൈറ്റ്സ് എന്നെ കണ്ടുപിടിക്കും. അവരൊന്നുകിൽ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ചെയിനി കുടുക്കി എന്നെ കൊണ്ടുപോകും. പക്ഷെ അതിനു മുന്നേ ഞാൻ നിന്നെ കൊന്നിട്ടുണ്ടാവും. അപ്പം ആലിസന്റ് ചിരിച്ചിട്ട്, എന്നെ കൊന്നുകഴിഞ്ഞാൽ എല്ലാം തീരുവോ? പിന്നെന്താണ് സംഭവിക്കുക? റനീറ പറയും, എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ഒരുപാട് മോശക്കാരിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു പോയി. നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് എൻ്റെ ബ്രദർ ജനിച്ച സമയത്ത് ആ ഒരു ടേണി കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആണുങ്ങളായിരുന്നു ബാറ്റിലിന് വേണ്ടി ട്രെയിൻ ആയിക്കൊണ്ടിരുന്നത്. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് വിഷമായിരുന്നു. എനിക്ക് നൈറ്റ് ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഫൈറ്റ് ട്രെയിൻഡ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു ഫൈറ്റർ ആവാൻ ഇറങ്ങി തിരിച്ചവളാണ്. പക്ഷെ നീ അങ്ങനെയല്ല. നിനക്ക് പൂ പോലുള്ള മനസ്സാണ്. ഒരു യുദ്ധത്തിന്റെ ഡിസയർ നിന്റെ കയ്യിലില്ല. അന്നും ഇന്നും എന്നുമില്ല. റേനിസ് എന്നെ കണ്ട് സംസാരിച്ചിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ച ദിവസം നീ റേനിസിനെ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. അപ്പൊ ആലിസന്റ് ചോദിക്കും, അപ്പോ നീ സറണ്ടർ ആവാനാണോ വന്ന്? എല്ലാം അവസാനിപ്പിച്ച് ഒരു തീരുമാനത്തിലെത്തി സറണ്ടർ ആവാൻ. റനീറ പറയും, ഞാൻ വന്നത് ഒരു യുദ്ധം നടക്കാതിരിക്കാൻ, ഈ നാട് വീണ്ടും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ. എൻ്റെ ഡ്രാഗൺസ് ഫൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരൊരു ബാറ്റിൽ മണക്കുന്നുണ്ട്. പക്ഷെ നീയും ഞാനും ഒരു ടേംസിന് തയ്യാറായ പിന്നെ യുദ്ധം ഉണ്ടാവില്ല. ആലിസന്റ് പറയും, ഒരു ടേംസ് നമ്മൾ തമ്മിൽ സംസാരിക്കാനില്ല. നിനക്ക് ആർമിയില്ല. നിന്റെ അലൈസ് അവരെല്ലാം നിന്നിന്ന് മാറിപ്പോകും. ഒരു കുഞ്ഞിനെ കൊന്ന ചോരക്കറിയുണ്ട് നിന്റെ കയ്യിൽ. ഇനി എന്ത് ടേംസാണ് പറയാനുള്ളത്? അതെന്റെ കറ കൊണ്ട് സംഭവിച്ചല്ല. നിനക്കും അറിയാം, ഞാനൊരു അമ്മയാണ്. ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ വിധിക്കില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ കുഞ്ഞ് കൊല്ലപ്പെട്ടതോ? ആലിസന്റ്, അതിലെനിക്കും തീരാ വിഷമമുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നീ എന്റെ കസേര തട്ടിയെടുത്തതോ? എന്റെ ത്രോൺ അപഹരിക്കാൻ ശ്രമിച്ചതോ എന്ന് റനീറ ചോദിക്കുന്നു. നിന്റെ മണ്ടനായ മകൻ കാരണം എത്രയോ ജനങ്ങൾ മരണപ്പെടാൻ പോവാണ്. ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞു. അതാണോ നീ ആഗ്രഹിക്കുന്നത്? ആലിസന്റ് പറയും, നിന്റെ അച്ഛന്റെ മനസ്സ് മാറിയിരുന്നു അന്ന് രാത്രി. റനീറ പറയും, ഞാൻ അന്ന് രാത്രി എന്റെ അച്ഛനെ കണ്ടതാ. ആ നിമിഷം വരെ പുള്ളിയുടെ മനസ്സ് മാറിയിട്ടില്ല. നീ നുണയാണ് പറയുന്നത്. നീയും നിന്റെ അച്ഛനും കൂടി ചേർന്ന് എന്റെ ത്രോൺ അപഹരിച്ചു. അതിന് ആലിസന്റ്, നോ റനീറ, ഞാൻ പറയുന്നത് സത്യമാണ്. റനീറ, എന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ നിന്നെയും സ്നേഹിച്ചിരുന്നു. നിനക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ആ പാവം മനുഷ്യനെ നീ ചതിച്ചു. നിന്നെ സ്നേഹിച്ച നിന്റെ ഭർത്താവിനെ നീ ചതിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി. അപ്പൊ ആലിസന്റ് വീണ്ടും പറയും, റനീറ, അദ്ദേഹത്തിന്റെ മനസ്സ് അവസാന നിമിഷത്തിൽ മാറിയിരുന്നു. ഞാൻ പറഞ്ഞ സത്യമാണ്. എന്റെ അമ്മ പൊതുവാ സത്യമാണ്. ഞാനാണ് പ്രൊനൗൺസ് ചെയ്ത് എല്ലാവരും നിൽക്കുമ്പോൾ അടുത്ത റാണിയായി നീ വാഴുമെന്ന്. അന്ന് ഞാൻ ആഗ്രഹിച്ചത് നീ തന്നെ ആവണം റാണി എന്നാണ്. എന്നിട്ട് പിന്നീട് അത് തട്ടിയെടുക്കാൻ ഞാൻ വിചാരിക്കുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ സത്യമാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയിരുന്നു. പെട്ടെന്ന് റനീറ ഷോക്കാവുന്നുണ്ട്. ഇനിയൊരു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയിട്ടുണ്ടാകുമോ? അവൾ ചോദിക്കും, എന്താണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് അന്ന് രാത്രി? എൻ്റെ പേര് പറഞ്ഞിരുന്നോ? ഞാൻ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ആലിസന്റ്,
അദ്ദേഹം അന്ന് രാത്രി വളരെ വിഗിളായിട്ടാണ് സംസാരിച്ചത്. എന്നാൽ ഏഗന്റെ പേര് അദ്ദേഹം പറഞ്ഞിരുന്നു. ദ പ്രിൻസ് ദാറ്റ് വാസ് പ്രോമിസ്ഡ് ടു യുണൈറ്റ് ദ റെലം ഈസ് ഏഗൺ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് കേട്ട് റനീറ ഞെട്ടിപ്പോകും. എന്താണ് പറഞ്ഞത് എൻ്റെ അച്ഛൻ? ദ പ്രിൻസ് ദാറ്റ് വാസ് പ്രോമിസ്ഡ്. അതാണോ അച്ഛൻ പറഞ്ഞത്? ഹീ സ്പോക്ക് ടു യു ദ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ. അതിനെക്കുറിച്ചാണോ അച്ഛൻ പറഞ്ഞത്? അതൊരു സ്റ്റോറിയാണ്. എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഏഗൺ ദ കോൺകററിന്റെ സ്റ്റോറി, അദ്ദേഹത്തിന്റെ ഡ്രീം. അപ്പൊ ആലിസന്റും ഒന്ന് ഞെട്ടുന്നുണ്ട്. കയ്യിൽ നിന്ന് പോയ കാര്യങ്ങൾ, ആ പുസ്തകത്തെക്കുറിച്ചാണോ ഈ കളവൻ പറഞ്ഞത്? ഏഗൺ ദ കോൺകറർ, അതിലെ കവിതയാണോ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന അവസാന സമയം? രണ്ടുപേരും കുറച്ചു നേരത്തേക്ക് സൈലന്റ് ആവുന്നു. അത് കഴിയുമ്പോൾ ആലിസന്റ് പറയും, ആരെങ്കിലും കാണുന്നതിന് മുന്നേ നീ തിരിച്ചു പോയിക്കോന്ന്. അപ്പൊ റനീറ, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, നമുക്കത് തിരുത്താൻ പറ്റും. ആലിസന്റ്, നീ മനസ്സ് വെച്ചാൽ അത് തിരുത്താൻ പറ്റും. അതിന് ആലിസന്റ്, ഒരു മിസ്റ്റേക്കും ഇവിടെ സംഭവിച്ചിട്ടില്ല. റനീറ, നീ പ്രൈഡ് മുന്നിൽ വെച്ചിട്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് ആൾക്കാരെ പറഞ്ഞു വിടരുത്. എന്നാൽ ആലിസന്റ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എല്ലാം കൈവിട്ടു പോയെന്ന് അവൾക്കറിയാം. തനിക്ക് പറ്റിയ പിഴവാണ്, അത് സമ്മതിക്കാനും അവൾ തയ്യാറില്ല. എൻ്റെ അച്ഛനെ കോട്ടയിൽ നിന്ന് ഒഴിവാക്കി ക്രിസ്റ്റൻ കോൾ മാർച്ചിനിറങ്ങി ഏമണ്ടിന്റെ ഒപ്പം. യു നോ വാട്ട് ഏമണ്ട് ഇസ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇറ്റ്സ് ടു ലേറ്റ് റനീറ. ഇനി ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പൊക്കളെ. ഒന്നും ചെയ്യാനില്ല, ഇനി യുദ്ധം തന്നെ. അത് റനീറയ്ക്ക് മനസ്സിലായി. അവിടുന്ന് ഈ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തതൊരു ബട്ടാമാസ് എപ്പിസോഡാണ് 4ാമത്തെ. ഇന്ന് വരെ കണ്ടതിൽ, ഒരുപക്ഷെ ഈ സീസൺ 2 കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡാണ്. ഒരു അടിപൊളി വാറ് നടക്കുന്നുണ്ടായിൽ. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ ഓട്ടി വരാം. ഡോണ്ട് വറി, അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. റിലീസാവുന്ന എപ്പിസോഡുകൾക്കൊപ്പം പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പിടിക്കാം, പേടിക്കാതെ. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.